വേരോടി അവരെ ആനന്ദിപ്പിക്കുന്നു എന്ന് കാണുന്നതിൽ സന്തോഷമുണ്ട്. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചുണ്ടൻ വള്ളങ്ങളുടെ ഫൈനൽ മത്സരം 42ാമത് കല്ലട ജലോത്സവം ആര് നേടുമെന്നറിയുവാനുള്ള മഹത്തായ ട്രോഫിക്ക് വേണ്ടിയുള്ള ഫൈനൽ മത്സരം അങ്ങ് ആരംഭിച്ചിരിക്കുന്നു. കാരിച്ചാലും വായ്പാടനും ആനാരിയും ശ്രീഗണേശും തമ്മിൽ മാറ്റുരയ്ക്കുന്നു. ശക്തന്മാരാണ് അവർ. ഓരോ ഇഞ്ചും അവർ വിട്ടുകൊടുക്കുവാൻ തയ്യാറല്ല. ഒന്നാമത്തെ ട്രാക്കിലൂടെ വരുന്ന കാരിച്ചാലിനെ പറ്റി നമുക്ക് പറയാം. എല്ലാ കുഞ്ചുകുട്ടി ആബാലവൃത്തത്തിനും അറിയാം. കാരിച്ചാൽ എന്ന് പറഞ്ഞാൽ വള്ളംകളിയുടെ പര്യായമാണ് കാരിച്ചാൽ. വിജയത്തിന്റെ ഒരുപിടി കഥകൾ പറയുവാനുള്ള കാരിച്ചാൽ ഒന്നാമത്തെ ട്രാക്കിലൂടെ കടന്നു വരുന്നു. പായിപ്പാടൻ നെഹ്റു ട്രോഫിയിൽ നിരവധി തവണ 5-6 പ്രാവശ്യം ഒന്നാം സ്ഥാനത്ത് കരസ്ഥമാക്കുവാൻ ഭാഗ്യം സിദ്ധിച്ച പായിപ്പാടൻ ചുണ്ടൻ ഇതാ രണ്ടാമത്തെ ട്രാക്കിലൂടെ കടന്നു വരുന്നു. മൂന്നാമത്തെ ട്രാക്കിലൂടെ പുതിയ പടക്കുതിര ആനാരി കടന്നു വരുന്നു. നാലാമത്തെ ട്രാക്കിലൂടെ പഴയ പായിപ്പാടൻ വള്ളം ശ്രീഗണേശ് കടന്നു വരുന്നു. വളരെ ശക്തമായ ഒരു പോരാട്ടം, ഒന്നിനൊന്നിനും മെച്ചമായ പോരാട്ടം. കാരിച്ചാലാണോ പായിപ്പാടനാണോ ആനാരിയാണോ ശ്രീഗണേശാണോ ഈക്കുറി 42 വർഷം പിന്നിടുന്ന ഈ കല്ലറ ജലോത്സവം ആര് നേടും എന്ന് കരുതുവാൻ കഴിയാത്ത രീതിയിൽ വളരെ ശക്തമായ ഒരു പോരാട്ടമാണ് നടക്കുന്നതെങ്കിലും ഇപ്പോൾ 4 കളിവള്ളങ്ങൾ ഒരേ രീതിയിൽ മുന്നോട്ട് വരുന്നു. അതിൽ 3 ഇഞ്ചോടിഞ്ച് പൊരുതുന്നു. കാരിച്ചാലും പായിപ്പാടനും ആനാരിയും തമ്മിലുള്ള ഒരു പോരാട്ടം. ശ്രീഗണേശ് വിട്ടുകൊടുക്കുന്നില്ല. ശ്രീഗണേശ് അല്പം മുൻപിലാണോ? അല്ല. വിജയൻ എയുടെ നേതൃത്വത്തിൽ സെന്റ് ഫ്രാൻസിസ് ബോട്ട് ക്ലബ്ബുകാര് കൊല്ലംകാര് ഇതാ ഒരു ചരിത്രം സൃഷ്ടിച്ചുകൊണ്ട് അവർ കൊല്ലത്ത് വന്നു അഷ്ടമുടി ജലോത്സവത്തിൽ വന്ന് 1ാം സ്ഥാനം നേടിയ ശ്രീഗണേശ് വള്ളം ഇതാ 1ാമത്തെ സ്ഥാനത്തിന് വേണ്ടിയുള്ള ഒരു ശക്തമായ ഒരു പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്നു. 4ാമത്തെ ട്രാക്കിലൂടെ 9ാം നമ്പർ വള്ളം ശ്രീഗണേശ് മറ്റ് കളിവള്ളങ്ങളെ പിന്തള്ളിക്കൊണ്ട് ഒരു ശക്തമായ ഒരു മുന്നേറ്റം നടത്തിയിരിക്കുകയാണ്. കാരിച്ചാലും വായ്പാടനും ആനാരിയും തമ്മിലുള്ള ആ ഒരു അത്യുജ്വലമായ 2ാം സ്ഥാനത്തിന് വേണ്ടിയുള്ള പ്രകടനം പുറകെ നടക്കട്ടെ. 1ാം സ്ഥാനം ഏതായാലും ഞങ്ങൾക്ക് വേണം എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ശ്രീഗണേശ് സെന്റ് ഫ്രാൻസിസ് ബോട്ട് ക്ലബ്ബ് പുതിയ പടക്കുതിരകളായ ഗണേശ് വള്ളം ഇതാ ഇക്കുറി നടാടെ നടന്ന പ്രസിഡൻസ് ട്രോഫിക്ക് വേണ്ടിയുള്ള കൊല്ലത്ത് നടന്ന അഷ്ടമുടിക്കായലിൽ നടന്ന മത്സരത്തിൽ 1ാം സ്ഥാനം നേടി ചരിത്ര വിജയം സൃഷ്ടിച്ച ശ്രീഗണേശ് ഇതാ 9ാം നമ്പർ വള്ളം സെന്റ് ഫ്രാൻസിസ് ബോട്ട് ക്ലബ്ബുകാർ കൊല്ലംകാര് വീണ്ടും ചരിത്രം എഴുതുകയാണ്. അവര് ഇതാ വള്ളപ്പാടുകൾക്ക് ഫൈനലിൽ മത്സരത്തിൽ മറ്റ് കളിവള്ളങ്ങളെ പിന്തള്ളിക്കൊണ്ട് സെന്റ് ഫ്രാൻസിസ് ബോട്ട് ക്ലബ്ബ് കൊല്ലം തുഴഞ്ഞ ശ്രീഗണേശ് 1ാം സ്ഥാനം നേടിയിരിക്കുകയാണ്. 2ഉം 3ഉം 4ഉം സ്ഥാനങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടം നടക്കുന്നു. 2ഉം 3ഉം 4ഉം സ്ഥാനങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടം നടക്കുന്നത് കാരിച്ചാലും പായിപ്പാടനും ആനാരിയും തമ്മിലാണ്. ഇപ്പോൾ കാരിച്ചാൽ അല്പം ലീഡ് നേടിയിട്ടുണ്ടോ? അല്ല. ആനാരിയും പായിപ്പാടനും ശക്തമായ ഒരു പ്രകടനം കാഴ്ചവെക്കുന്നു. കാരിച്ചാൽ തന്നെയാണ് അല്പം ലീഡിൽ 2ാം സ്ഥാനത്തേക്ക് കുതിക്കുന്നത്. കാരിച്ചാൽ അല്ല, ആനാരിയാണ്. ആനാരി പുത്തൻചുണ്ടൻ മഹത്തായ ഒരു പ്രകടനം നടത്തിക്കൊണ്ട് ആനാരി പുത്തൻചുണ്ടൻ അതിന് പിന്നിൽ